ഹായ് മക്കളെ, വെൽക്കം ടു എക്സലൻസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ മക്കളെ, നമ്മൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്തിരുന്നത്. അടുത്ത നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. നോക്കിയ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഫർണിഷ്ഡ് ബൈ 2 മോളിക്യൂൾസ് ഓഫ് പെർമാഗ്നേറ്റ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ പെർമാഗ്നേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുക. എത്രയാണ്? എത്രയാണ്? 2 മോളിക്യൂൾസ് ഓഫ് പെർമാഗ്നേറ്റ് ആണ്. അപ്പോൾ നമുക്ക് 1 മോളിക്യൂൾസ് ഓഫ് പെർമാഗ്നേറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ൻ്റെ 2ൻ്റെ ഒക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ എഴുതാം. 1 മോളിക്യൂൾസ് ഓഫ് പെർമാഗ്നേറ്റ് KMnO4 ആണ് പെർമാഗ്നേറ്റ്. അങ്ങനെയാണ് എന്താണ് Mn ഓക്കെ MnO4 2 മൈനസും ആണ് പെർമാഗ്നേറ്റിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? MnO4 2 മൈനസ് പ്ലസ് 8H പ്ലസുമായിട്ട് റിയാക്ട് ചെയ്യും. പ്ലസ് 5 ഇലക്ട്രോൺ ഗീവ്സ് എന്താവും? Mn2 പ്ലസ് ആവും. പ്ലസ് അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? ഒന്നും കൂടി എഴുതാം കേട്ടോ. ഇവിടെ ഒന്നും കൂടി അടിയിലേക്കായിട്ട് എഴുതാം. ഓക്കെ, Mn എന്താണ്? O4 2 മൈനസ് പ്ലസ് 8H പ്ലസ് പ്ലസ് 5 ഇലക്ട്രോൺ ഗീവ്സ് Mn2 പ്ലസ് പ്ലസ് എന്തുണ്ടാവും? 4H2O. എത്ര ഉണ്ടാവും? 4H2O. 4 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു പെർമാഗ്നേറ്റ് റിയാക്ട് ചെയ്ത 4 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. 4 വാട്ടർ മോളിക്യൂൾസിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇങ്ങനെ വീണ്ടും ഒന്നും കൂടി 2 മോളിക്യൂൾസ് അല്ല, 1 മോളിക്യൂൾസ് പെർമാഗ്നേറ്റ് ആണെങ്കിൽ 4 ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ 2 മോളിക്യൂൾസ് ആകുമ്പോൾ എത്ര ഉണ്ടാവും? 8 ഓക്സിജൻ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 8 ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ ആണോ? 8 ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ ആണോ? ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 8 ഓക്സിജൻ ആറ്റം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതിൽ ഓപ്ഷൻസിൽ 8 ഇല്ല. കറക്റ്റ് ആൻസർ എത്ര വരുന്നത്? 8 ആണ് കേട്ടോ വരുന്നത്. ഓക്കെ ആണോ? ആൻസർ കറക്റ്റ് 8 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ മക്കളെ? ഇതിൽ ഓപ്ഷൻസിൽ ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടുത്തെ റെഡോക്സ് റിയാക്ഷൻസിൻ്റെ ഒക്കെ സമവാക്യങ്ങളും ഇക്വേഷൻസും ഒക്കെ പഠിക്കണം. പെർമാഗ്നേറ്റിൻ്റെ ഇക്വേഷനും നന്നായിട്ട് നോക്കി പോവാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഈസ് ഫോംഡ്. ഇവിടെ തന്നില് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഈ ഔട്ടർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഡി ഓർബിറ്റൽ ഔട്ടർ ആണെങ്കിൽ, ഹൈബ്രിഡൈസേഷനിൽ ഡി ഓർബിറ്റൽ ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ അത് ഔട്ടർ ആയിരിക്കും. ഓക്കെ ആണോ? അല്ല, ആദ്യം ഡി ഓർബിറ്റലാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ഇന്നർ ഓർബിറ്റൽസ് ആയിരിക്കും. ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ മക്കൾക്ക്. അപ്പോൾ നോക്കുക, sp3d2 sp3 കഴിഞ്ഞ് എസും പിയും കഴിഞ്ഞിട്ടാണ് ഡി വന്നത്. പുറത്താണ് വന്നിട്ടുള്ളത്, ഡി ലാസ്റ്റാണ് വന്നത്. അപ്പോൾ അത് ഔട്ടറാണ്, പുറത്താണ്. അപ്പോൾ ഇത് ഏതാണ്? sp3d2 എന്ന് പറയുന്ന ഔട്ടർ ഓർബിറ്റലാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ഔട്ടർ ഓർബിറ്റൽസ് ആണ്. ഇനി ഇവിടെ നോക്കുക, ബി നോക്കിയ D2 sp3 ആദ്യം ഡി ആ വന്നത്. ഡി ഉള്ളിലാണ്, ഇന്നർ ഓർബിറ്റലാണ്. ഇത് എന്ത് ഓർബിറ്റൽ? D2 sp3 എന്ന് പറയുന്നത് ഓർബിറ്റൽ എന്താണ്? D2 sp3 ഹൈബ്രിഡൈസേഷനിൽ എന്താണ്? ഡി എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ ഓർബിറ്റലാണ്. sp3യിൽ ഇല്ല, ഡി ഓർബിറ്റൽസ് ഇല്ല. ഇവിടെ നോക്കിയ DsP2 ഹൈബ്രിഡൈസേഷനിലോ അതിലും ഡി ഉള്ളിലാണ്, ഇന്നർ ഓർബിറ്റലിലാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഈസ് കറക്റ്റ് ആൻസർ ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഔട്ടർ ഓർബിറ്റലും ഇന്നർ ഓർബിറ്റലും. ഡി ഓർബിറ്റൽ ലാസ്റ്റ് വന്നെങ്കിൽ ഔട്ടർ ഓർബിറ്റലാണ്. ഡി ഓർബിറ്റൽ ആദ്യം വന്നിട്ടുണ്ട് ഫസ്റ്റ് ഡി, പിന്നെ എസും പി ഒക്കെ വരുന്നെങ്കിൽ അത് ഏതാണ്? ഇന്നർ ഓർബിറ്റലാണ്. മനസ്സിലാക്കിയേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ പെയർ ഓഫ് കോംപ്ലക്സസ് വിച്ച് ഷോ ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത് ഏതാണെന്നാണ്. അപ്പോൾ ലിങ്കേജ് ഐസോമറിസത്തിൽ എന്തായിരിക്കും? ലിഗാൻഡും ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ ഉണ്ടാവും. ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ സെയിം ആൾക്കാരേക്കരം. അവരുടെ ആൾക്കാരൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും, എലമെന്റ്സ് സെയിം ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും? ലിഗാൻഡുമായിട്ടുള്ള കോർഡിനേഷൻ വ്യത്യാസം ഉണ്ടാവുന്നുള്ള മാറ്റേ ഉള്ളൂ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഏതാണ്? കൊബാൾട്ട് NH3 5
BrSO4ഉം രണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾ തന്നിട്ടുണ്ട്. ഇവർ രണ്ടിലും എന്താണ് എന്താണ് ഇതൊരിക്കലും എന്തല്ല ലിങ്കേജ് ഐസോമറിസം അല്ല. ലിങ്കേജ് ഐസോമറിസത്തിൽ എന്തായിരിക്കും ലിഗാൻഡുമായിട്ടുള്ള ബോണ്ട്. ഇവിടെ എന്താണ് ലിഗാൻഡുമായിട്ടുള്ള ബോണ്ട് വ്യത്യാസമുണ്ട്. ലിഗാൻഡുമായിട്ടുള്ള ബോണ്ട് എന്തായിരിക്കും സെയിം ആംബിഡെന്റേറ്റ് ലിഗാൻഡുകളാണ് വരിക. ഇതിലെന്താ അല്ല, ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ് ഇത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് അല്ല. നെക്സ്റ്റ് രണ്ടാമത്തേലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം SCNും സെയിം സാധനം തന്നെയാണ്, നേരെ തിരിച്ച ആളാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താണ് NH3യുമായിട്ട് ഇവിടെ എസുമായിട്ടാണ് ലിങ്കേജ് എങ്കിൽ അടുത്തിൽ എന്താ ആൾക്കാർ മാറുന്നൊന്നുമില്ല, എന്നുമായിട്ടാണ് വരിക. ഇങ്ങനത്തെ ഇതാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംബിഡെന്റേറ്റ് ലിഗാൻഡുമായിട്ട് കോർഡിനേഷൻ ഉണ്ടാവുക, അതാണ് എന്തുണ്ടാവുക ഡിഫറൻറ്റ്. ഇവിടെ എസുമായിട്ടാണെങ്കിൽ ഇവിടെ ആരായിട്ടാണ് എന്നുമായിട്ടാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. അപ്പോൾ ഇതാണ് ബി എന്ന് പറയുന്നത് എന്താണ് ഒരു ലിങ്കേജ് ഐസോമറിസം ആണ്. ബി എന്ന് പറയുന്നത് ലിങ്കേജ് ഐസോമറിസം. ബാക്കിയൊക്കെ നോക്കുക, ഇവിടെയൊക്കെ ലിഗാൻഡ് തന്നെ മാറിയിട്ടുണ്ട് സിയിൽ, അതും തെറ്റാണ്. അടുത്ത ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് ഇതും തെറ്റാണ്. ഇതൊക്കെ വേറെ ഐസോമറിസങ്ങളാണ് വരുന്നത്. അപ്പോൾ ലിങ്കേജ് ഐസോമറിസം ഏതാണ്? ഓപ്ഷൻ ബി മാത്രമാണ് ലിങ്കേജ് ഐസോമറിസം കേട്ടോ. ഡിലേലായിട്ട് ആ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഐസോമറിസം എന്നുള്ള ഭാഗങ്ങളോ എല്ലാം നോക്കി പോകണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത നോക്കി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ IUPAC നെയിം ഓഫ് CH3CH2SH. രണ്ട് കാർബൺ ഉണ്ടെങ്കിൽ എന്ത് പറയും? ഈദ് അല്ലേ? ഈദ് അല്ലേ? CH3CH2 അപ്പോൾ സിംഗിൾ ബോണ്ടാണ് വരിക. അപ്പോൾ ഈദ്. ഇനി SH അറിയുന്ന ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് അതുകൊണ്ട് സൾഫറിൻ്റെ. അപ്പോൾ സൾഫറിൻ്റെ SH അറിയുന്ന ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മൾ തയോൾ എന്ന് പറയാം. ഈതൈൻ തയോളോ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഈതൈൻ തയോൾ എന്ന രൂപത്തിലായിരിക്കും പേര് വരിക. ഇതിൻ്റെ പേര് 2 കാർബൺ CH 2 കാർബൺ ആകുമ്പോൾ എത്ര വരിക? ഈതൈൻ. SH വരുമ്പോൾ ഈതൈൻ തയോൾ എന്ന് വരും. കറക്റ്റ്. മീതൈൻ തയോൾ വരണമെങ്കിൽ 1 കാർബണേ വരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഇവിടെ 2 കാർബൺ ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. രണ്ടാമത്തെ എന്താണ്? ഈതൈൻ തയോൾ. കറക്റ്റ് ആൻസർ ആണ് അല്ലേ? 2 കാർബൺ പിന്നെ SH. അപ്പോൾ ഈതൈൻ തയോൾ കറക്റ്റ് ആൻസർ ആണ്. ഈതൈൻ സൾഫർ ഹൈഡ്രൈഡ് തെറ്റാണ് അല്ലേ? ഹൈഡ്രൈഡ് ഗ്രൂപ്പ് ഒന്നുമില്ല. ഈതൈനുമല്ല. CH2 ഡബിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3 വരുമ്പോഴാണ് ഈതൈൻ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളും നന്നായിട്ട് നോക്കുക. ഓർഗാനിക്സിൻ്റെ ഭാഗങ്ങളും IUPAC നെയിമും കാര്യങ്ങളും ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ IUPAC നെയിമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു മക്കളെ.